1 മക്കബായർ അധ്യായം 14. 172 ആണ്ടിൽ ദെമത്രിയുസ് രാജാവ് ട്രിഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാനാവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മെദിയായിലേക്ക് പുറപ്പെട്ടു. ദെമത്രിയുസ് രാജ്യാതിർത്തി ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മെദിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ദെമത്രിയൂസിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ശിമെയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തിയുണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവൻ്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗസറായും ബേത്സൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിന് കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലമുഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും തങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. ജോനാഥാന്റെ മരണവാർത്ത റോമായിലും സ്പാർത്തായിലും എത്തി. അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥാന്റെ സ്ഥാനത്ത് അവൻ്റെ സഹോദരൻ ശിമെയോൻ പ്രധാന പുരോഹിതനായി എന്നും രാജ്യവും അതിലെ നഗരങ്ങളും അവൻ്റെ അധീനതയിലാണെന്നും അവരറിഞ്ഞു. അവൻ്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥാനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ശിമെയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചള ഫലകത്തിൽ അവൻ എഴുതി. ഇത് ജെറുസലമിലെ സമൂഹത്തിൻ്റെ മുൻപാകെ വായിക്കപ്പെട്ടു. സ്പാർത്താക്കാരയച്ച കത്തിൻ്റെ പകർപ്പാണ് ഇത്. പ്രധാന പുരോഹിതനായ ശിമെയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും സ്പാർത്താ നഗരത്തിൻ്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കിലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമപ്രതാപങ്ങളെക്കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളിൽ സന്തുഷ്ടി ഉളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗ കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദദൂതന്മാരായ അന്ത്യോക്കസിൻ്റെ മകൻ നൊമേനിയോസും ജാസന്റെ മകൻ അന്തിപാത്രം ഞങ്ങളുമായുള്ള സൗഹൃദം പുതുക്കുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കാൻ ഞങ്ങളുടെ ജനം താൽപ്പര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിൻ്റെ ഒരു പകർപ്പ് സ്പാർത്താക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോന് അവർ അയച്ചു കൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള
വലിയൊരു സുവർണ പരിചയവുമായി നുമേനിയൂസിനെ ശിമെയോൻ റോമായിലേക്ക് അയച്ചു. ഇത് കേട്ട് ജനം പറഞ്ഞു, ശിമെയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിൻ്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സുസ്ഥാപിതമാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം അവർ പിത്തളഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങളിൽ സ്ഥാപിച്ചു. അവർ എഴുതിയിരുന്നതിൻ്റെ പകർപ്പ് ഇതാണ്: 172 ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ശിമെയോന്റെ 3-ാം ഭരണവർഷം ഏലൂൾ മാസം 18-ാം ദിവസം അസരമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ യുദ്ധത്തിനടിപ്പെട്ടുകൊണ്ടിരിക്കെ യോയാറിബിൻ്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്യാസിൻ്റെ മകൻ ശിമെയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുസൂക്ഷിക്കുന്നതിനായി രാജ്യത്തിൻ്റെ ശത്രുക്കളോട് എതിരിട്ടു. അവർ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥാൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശുദ്ധ സ്ഥലം പിടിച്ചടക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ശിമെയോൻ തൻ്റെ രാജ്യത്തിനു വേണ്ടി പൊരുതി രാജ്യത്തിൻ്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചെലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നതുമായ ബെത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിൻ്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ അധിവസിച്ചിരുന്നതുമായ ഗസറായും സുരക്ഷിതമാക്കി. അവിടെ യഹൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ശിമെയോന്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവൻ്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തതയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവൻ്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതീയരെ രാജ്യത്ത് നിന്ന് തുരത്തി. അതുപോലെ ജെറുസലമിൽ ദാവീദിൻ്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട കെട്ടുകയും അതിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ സ്ഥലത്തിൻ്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരുന്നവരെ അവൻ ഓടിച്ചു. അവൻ അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിൻ്റെയും നഗരത്തിൻ്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ ദെമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജമിത്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരരുമായി പരിഗണിച്ചിരുന്നുവെന്നും ശിമെയോന്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചുവെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം വരെ ശിമെയോൻ നേതാവും പ്രധാന പുരോഹിതനുമായിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശുദ്ധ സ്ഥലത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിൻ്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവൻ്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണാഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവൻ്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവൻ്റെ അനുവാദം കൂടാതെ
രാജ്യത്ത് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയുകയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയോ അവയിലേതെങ്കിലും ഒന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമെയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമെയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തളത്തകിടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിൻ്റെ പരിസരത്ത് ശ്രദ്ധേയമായൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമെയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിൻ്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. ഒന്ന് മക്കബായർ അധ്യായം 15. ദമത്രിയൂസ് രാജാവിൻ്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ശിമെയോനും യഹൂദജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമെയോനും യഹൂദജനത്തിനും അന്ത്യോക്കസ് രാജാവിൻ്റെ അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു. അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയൊരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറൂസലമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുവിടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 ആണ്ടിൽ അന്ത്യോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചുപേർ മാത്രമേ ട്രിഫോയോടൊത്ത് നിന്നുള്ളൂ. അന്ത്യോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത് സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്ത്യോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയൂസും സംഘവും റോമായിൽ നിന്ന് എത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാ സ്ഥാനപതിയായ ലൂസിയൂസിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമെയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1000 മേന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ
അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണ്ണപ്പരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമെയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദെമത്രിയുസ് രാജാവിനും അത്താലൂസിനും അരിയാറാത്തസിനും അർസാക്കെസിനും സ്ഥാനപതി എഴുതി. സംസാമസ്, സ്പാർത്ത, ദെലോസ്, മിൻഡോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫീലിയ, ലിസിയ, ഹലിക്കാർനാസൂസ്, റോദേസ്, ഫസേലിസ്, കോസ്, സീദെ, അരാദൂസ്, ഗോർത്തീന, സ്നീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമെയോനും അയച്ചു കൊടുത്തു. അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്ത് കടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമെയോൻ അന്ത്യോക്കസിന്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമെയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്ത്യോക്കസ് തൻ്റെ മിത്രമായ അത്തനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു. ജോപ്പായും ഗസറായും ജെറുസലം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ്. അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂദയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്തും കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയൂസ് ജെറുസലമിലെത്തി. ശിമെയോന്റെ പ്രതാപവും ഭക്ഷണമേശക്കരികെ തട്ടുതട്ടായി അടുക്കി വച്ചിരുന്ന സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജസന്ദേശം ശിമെയോനെ അറിയിച്ചു. ശിമെയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബിയൂസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ശിമെയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയായിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സെന്തബിയൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു. യൂദയായ്ക്കെതിരെ പാളയമടിക്കാനും കെദ്രോൻ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ട്രിഫോയെ അനുധാവനം ചെയ്തു. സെന്തബേയൂസ് യാമിനിയായിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കാനും യൂദയ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി. രാജകൽപ്പനയനുസരിച്ച് കെദ്രോൻ പുതുക്കിപ്പണിയുകയും അവിടെ യൂദയായിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും
ഭടന്മാരെയും നിർത്തുകയും ചെയ്തു. ഒന്ന് മക്കബായർ അധ്യായം 16. യോഹന്നാൻ ഗസറായിൽ നിന്ന് തന്റെ പിതാവ് ശമയോന്റെ അടുക്കലെത്തി സെന്തബെയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശമയോൻ തന്റെ മൂത്ത പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി, ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്ത് നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തബെയൂസിനെതിരെ മുന്നേറി രാത്രി മദയനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളുമടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി. കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി സെന്തബെയൂസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റ് വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തബെയൂസിനെ അവൻ പണി കഴിപ്പിച്ച് ഗദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. അബൂബൂസിന്റെ മകൻ ടോളമി ജെറീക്കോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ശമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ശമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177 ആണ്ട് 11 മാസമായ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീക്കോയിലേക്ക് പോയി. അബൂബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. തന്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ശമയോനും പുത്രന്മാരും കുടിച്ചുന്മത്തരായപ്പോൾ ടോളമിയും അവന്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നുശാലയിൽ വെച്ച് ശമയോനെയും 2 പുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസറായിലേക്ക് അവനൊരു സേനാവിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകളയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറൂസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു.
ഗസറായിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവന്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നുവെന്നും അറിയിച്ചു. ഇത് കേട്ട് അവൻ സ്തബ്ധനായി. തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാന്റെ മറ്റ് പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Chapter 14. In the year 172, King Demetrius assembled his army and marched into Media to obtain help so that he could fight Trypho. When Arsaces, king of Persia and Media, heard that Demetrius had invaded his territory, he sent one of his generals to take him alive. The general went forth and defeated the army of Demetrius. He captured him and brought him to Arsaces, who put him in prison. The land was at rest all the days of Simon, who sought the good of his nation. His people were delighted with his power and his magnificence throughout his reign. As his crowning glory, he captured the port of Joppa and made it a gateway to the isles of the seas. He enlarged the borders of his nation and gained control of the country. He took many enemies prisoners of war and made himself master of Gizara, Bethzur, and the citadel. He cleansed the citadel of its impurities. There was no one to withstand him. The people cultivated their land in peace. The land yielded its produce, and the trees of the field their fruit. Old men sat in the squares, all talking about the good times, while the young men wore the glorious apparel of war. He supplied the cities with food, and equipped them with means of defense, till his glorious name reached the ends of the earth. He brought peace to the land, and Israel was filled with happiness. Every man sat under his vine and his fig tree, with no one to disturb him. No one was left to attack them in their land. The kings in those days were crushed. He strengthened all the lowly among his people, and was zealous for the law. He suppressed all the lawless and the wicked. He made the temple splendid, and enriched its equipment. When people heard in Rome, and even in Sparta, that Jonathan had died, they were deeply grieved. But when the Romans heard that his brother Simon had been made high priest in his place, and was master of the country and the cities, they sent him inscribed tablets of bronze to renew with him the friendship and alliance that they had established with his brothers Judas and Jonathan. These were read before the assembly in Jerusalem. This is a copy of the letter that the Spartans sent. The rulers and the citizens of Sparta send greetings to Simon the high priest. The elders, the priests, and the rest of the Jewish people are brothers. The envoys you sent to our people have informed us of your glory and fame, and we were happy that they came. In accordance with what they said, we have recorded the following in the public decrees. Since Numenius, son of Antiochus, and Antipater, son of Jason, envoys of the Jews, have come to us to renew their friendship with us, the people have voted to receive the men with honor, and to deposit a copy of their words in the public archives, so that the people of Sparta may have a record of them. A copy of this decree has been made for Simon the high priest. After this, Simon sent Numenius to Rome with a great gold shield weighing 1,000 minas to confirm the alliance with the Romans. When the people heard of these things, they said, "How can we thank Simon and his sons? He and his brothers and his father's house have stood firm and repulsed Israel's enemies. They have thus preserved its liberty." So they made an inscription on bronze tablets, which they affixed to pillars on Mount Zion. The following is a copy of the inscription. On the 18th day of Elul, in the year 172, that is the 3rd year under Simon the high priest in Asaramel, in a great assembly of priests, people, rulers of the nation, and elders of the country, the following proclamation was made.
Since there have often been wars in our country, Simon, son of the priest Mattathias, descendant of Joarib, and his brothers have put themselves in danger, and resisted the enemies of their nation, so that their sanctuary and law might be maintained, and they have thus brought great glory to their nation. After Jonathan had rallied his nation and become their high priest, he was gathered to his kinsmen. When the enemies of the Jews sought to invade and devastate their country and to lay hands on their temple, Simon rose up and fought for his nation, spending large sums of his own money to equip the men of his nation's armed forces, and giving them their pay. He fortified the cities of Judea, especially the frontier city of Besur, where he stationed a garrison of Jewish soldiers, and where previously the enemy's arms had been stored. He also fortified Joppa by the sea and Gazara on the border of Azotus, a place previously occupied by the enemy. These cities he resettled with Jews, and furnished them with all that was necessary for their restoration. When the Jewish people saw Simon's loyalty and the glory he planned to bring to his nation, they made him their leader and high priest because of all he had accomplished, and the loyalty and justice he had shown his nation. In every way he sought to exalt his people. In his time and under his guidance they succeeded in driving the Gentiles out of their country, especially those in the city of David in Jerusalem, who had built for themselves a citadel from which they used to sally forth to defile the environs of the temple and inflict grave injury on its purity. In this citadel he stationed Jewish soldiers, and he strengthened its fortifications for the defense of the land and the city, while he also raised the wall of Jerusalem to a greater height. Consequently, King Demetrius confirmed him in the high priesthood, made him one of his friends, and conferred the highest honors on him. He had indeed heard that the Romans had addressed the Jews as friends, allies, and brothers, and that they had received Simon's envoys with honor. The Jewish people and their priest have therefore made the following decisions. Simon shall be their permanent leader and high priest until a true prophet arises. He shall act as governor-general over them, and shall have charge of the temple, to make regulations concerning its functions, and concerning the country, its weapons and strongholds. He shall be obeyed by all. All contracts made in the country shall be dated by his name. He shall have the right to wear royal purple and gold ornaments. It shall not be lawful for any of the people or priests to nullify any of these decisions, or to contradict the orders given by him, or to convene an assembly in the country without his consent, to be clothed in royal purple, or wear an official gold brooch. Whoever acts otherwise or violates any of these prescriptions shall be liable to punishment. All the people approved of granting Simon the right to act in accord with these decisions, and Simon accepted and agreed to act as high priest, governor-general, and ethnarch of the Jewish people and priests, and to exercise supreme authority over all. It was decreed that this inscription should be engraved on bronze tablets, to be set up in a conspicuous place in the precincts of the temple, and that copies of it should be deposited in the treasury, where they would be available to Simon and his sons. Chapter 15. Antiochus, son of King Demetrius, sent a letter from the islands of the sea to Simon, the priest and ethnarch of the Jews, and to all the nation, which read as follows. King Antiochus sends greetings to Simon, the priest and ethnarch, and to the Jewish nation. Whereas certain villains have gained control of the kingdom of my ancestors, I intend to reclaim it, that I may restore it to its former state. I have recruited a large number of mercenary troops and equipped warships to make a landing in my country, and take revenge on those who have ruined it and laid waste many cities in my realm. Now therefore, I confirm to you all the tax exemptions that the kings before me granted you, and whatever other privileges they conferred on you. I authorize you to coin your own money as legal tender in your country. Jerusalem and its temple shall be free. All the weapons you have prepared and all the strongholds you have built and now occupy shall remain in your possession. All debts, present or future, due to the royal treasury shall be cancelled for you, now and for all time. When we recover our kingdom,
We will greatly honor you and your nation and the temple, so that your glory will be manifest in all the earth. In the year 174, Antiochus invaded the land of his ancestors, and all the troops rallied to him, so that few were left with Trypho. Pursued by Antiochus, Trypho fled to Dor by the sea, realizing what a mass of troubles had come upon him now that his soldiers had deserted him. Antiochus encamped before Dor with 120,000 infantry and 8,000 horsemen. While he invested the city, his ships closed in along the coast, so that he blockaded it by land and sea, and let no one go in or out. Meanwhile, Numenius and his companions left Rome with letters such as this addressed to various kings and countries. Lucius, consul of the Romans, sends greetings to King Ptolemy. Certain envoys of the Jews, our friends and allies, have come to us to renew their earlier alliance of friendship. They had been sent by Simon the high priest and the Jewish people, and they brought with them a gold shield worth 1,000 minas. Therefore we have decided to write to various kings and countries that they are not to harm them or wage war against them or their cities or their country, and are not to assist those who fight against them. We have also decided to accept the shield from them. If then any troublemakers from their country take refuge with you, hand them over to Simon the high priest, so that he may punish them according to their law. The consul sent similar letters to kings Demetrius, Attalus, Areothus, and Arsaces, to all the countries Sampsames, Sparta, Delos, Mindos, Sicyon, Caria, Samos, Pamphylia, Lycia, Halicarnassus, Rhodes, Phasalis, Kos, Sidon, Aredus, Gortona, Nidus, Cyprus, and Cyrene. A copy of the letter was also sent to Simon the high priest. When King Antiochus was encamped before Dor, he assaulted it continuously, both with troops and with the siege machines he had made. He blockaded Trypho by preventing anyone from going in or out. Simon sent to Antiochus's support 2,000 elite troops, together with gold and silver and much equipment. But he refused to accept the aid. In fact, he broke all the agreements he had previously made with Simon and became hostile toward him. He sent Athenobius, one of his friends, to confer with Simon and say, "You are occupying Joppa and Gazara and the citadel of Jerusalem. These are cities of my kingdom. You have laid waste their territories, done great harm to the land, and taken possession of many districts in my realm. Therefore give up the cities you have seized, and the tribute money of the districts outside the territory of Judea, of which you have taken possession. Or, instead, pay me 500 talents of silver for the devastation you have caused, and 500 talents more for the tribute money of the cities. If you do not do this, we will come and make war on you." So Athenobius, the king's friend, came to Jerusalem, and on seeing the splendor of Simon's court, the gold and silver plate on the sideboard, and the rest of his rich display, he was amazed. When he gave him the king's message, Simon said to him in reply, "We have not seized any foreign land. What we took is not the property of others, but our ancestral heritage, which for a time had been unjustly held by our enemies. Now that we have the opportunity, we are holding on to the heritage of our ancestors. As for Joppa and Gazara, which you demand, the men of these cities were doing great harm to our people and laying waste our country. However, we are willing to pay you 100 talents for these cities." Athenobius made no reply, but returned to the king in anger. When he told him of Simon's words, of his splendor, and of all he had seen, the king fell into a violent rage. Trypho had gotten aboard a ship and escaped to Orthosia. Then the king appointed Cendymbeus commander-in-chief of the seacoast, and gave him infantry and cavalry forces. He ordered him to move his troops against Judea, and to fortify Kidron, and strengthen its gates, so that he could launch attacks against the Jewish people. Meanwhile, the king went in pursuit of Trypho. When Cendymbeus came to Jamnia, he began to harass the people, and to make incursions into Judea, where he took people captive or massacred them.
As the king ordered, he fortified Kidron, and stationed horsemen and infantry there, so that they could go out and patrol the roads of Judea. Chapter 16. John then went up from Gazara, and told his father Simon what Sendenbeus was doing. Simon called his 2 oldest sons, Judas and John, and said to them, I and my brothers and my father's house have fought the battles of Israel from our youth until today, and many times we succeeded in saving Israel. I have now grown old, but you, by the mercy of heaven, have come to man's estate. Take my place and my brothers, and go out and fight for our nation, and may the help of heaven be with you. John then mustered in the land 20,000 warriors and horsemen. Setting out against Sendenbeus, they spent the night at Modian, rose early, and marched into the plain. There, facing them, was an immense army of foot soldiers and horsemen, and between the 2 armies was a stream. John and his men took their position against the enemy. Seeing that his men were afraid to cross the stream, John crossed first. When his men saw this, they crossed over after him. Then he divided his infantry into 2 corps, and put his cavalry between them, for the enemy's horsemen were very numerous. They blew the trumpets, and Sendenbeus and his army were put to flight. Many of them fell wounded, and the rest fled toward the stronghold. It was then that John's brother Judas fell wounded. But John pursued them until Sendenbeus reached Kidron, which he had fortified. Some took refuge in the towers on the plain of Azotus, but John set fire to these, and about 2,000 of the enemy perished. He then returned to Judea in peace. Ptolemy, son of Abubus, had been appointed governor of the plain of Jericho, and he had much silver and gold, being the son-in-law of the high priest. But he became ambitious and sought to get control of the country. So he made treacherous plans to do away with Simon and his sons. As Simon was inspecting the cities of the country and providing for their needs, he and his sons Mattathias and Judas went down to Jericho in the year 177, in the 11th month, that is, the month Shebat. The son of Abubus gave them a deceitful welcome in the little stronghold called Dok, which he had built. While serving them a sumptuous banquet, he had his men hidden there. Then, when Simon and his sons had drunk freely, Ptolemy and his men sprang up, weapons in hand, rushed upon Simon in the banquet hall, and killed him, his 2 sons, and some of his servants. By this vicious act of treason he repaid good with evil. Then Ptolemy wrote an account of this, and sent it to the king, asking that troops be sent to him, and that the country be turned over to him. He sent other men to Gazara to do away with John. To the army officers he sent letters inviting them to come to him, so that he might present them with silver, gold, and gifts. He also sent others to seize Jerusalem and the mount of the temple. But someone ran ahead and brought word to John at Gazara that his father and his brothers had perished, and that Ptolemy had sent men to kill him also. On hearing this, John was utterly astounded. When the men came to kill him, he had them arrested and put to death, for he knew what they meant to do. Now the rest of the history of John, his wars, and the brave deeds he performed, his rebuilding of the walls, and his other achievements, these things are recorded in the chronicle of his pontificate, from the time that he succeeded his father as high priest.